പലരും ഈ എന്താ പറയുക, പലതും ഓർമ്മകൾ മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾ പോലും സത്യേട്ടൻ ഓർത്തു വെക്കാൻ, ചെറിയ കാര്യങ്ങൾ പോലും. ഇതിൻ്റെ ആമുഖത്തിൽ എഴുതിയൊരു സംഗതി ശ്രീനിവാസൻ കണ്ടിട്ട് അയാളുടെ എന്താണ് മകൻ കപ്പലിൽ നിന്ന് വീട് പോയതാണ്. സത്യേട്ടനെ വിശദീകരിച്ച് എഴുതിയിട്ടില്ല. വളരെ നമ്മൾക്ക് വളരെ ടച്ചിങ് ആണെന്ന് തോന്നുന്ന പോലും ഓർത്തു വെക്കുന്നു. ഈ ഓർമ്മകളെയാണോ കൂടുതൽ ഇഷ്ടം? അല്ല, ഓർമ്മകൾ എന്ന് പറയുന്നത് അത് പലരും പല രീതിയിലാണല്ലോ ഓർമ്മകൾ എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് എൻ്റെ ഓർമ്മകൾ പലപ്പോഴും എഴുതാനുള്ള മെറ്റീരിയലാവും, ചില സമയത്ത് അത് സിനിമ എടുക്കുമ്പോൾ സമയത്ത് മെറ്റീരിയലാവും. ആ ഓർമ്മേനെ പല രീതിയിലാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ പണ്ട് ഫ്രാൻസിൽ പോയ സമയത്ത് വെറുതെ ഒരു പടക്കം എന്നുള്ള സിനിമയ്ക്ക് ലൊക്കേഷൻ നോക്കാൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി ലൊക്കേഷൻ നോക്കാൻ പോയപ്പോൾ പാരീസ് ചർച്ച് കണ്ടു. പാരീസ് ചർച്ച് വലിയ പടിക്കെട്ടുകളുള്ള ചർച്ചാണ്. അപ്പോൾ നമ്മുടെ പാരീസ് വിശ്വാസമൊക്കെയുള്ള കാലമാണ് അവിടെ. അപ്പോൾ അവിടെ വെച്ചിട്ട് പാരീസിൽ ജീവിക്കുന്ന ഒരു മലയാളി എൻ്റെ അടുത്ത്, ഒരു ഭരതനും ഒരു പച്ചൻ പറഞ്ഞു, ഇവിടെ വെച്ചിട്ടാണ് പണ്ട് ഇന്ദിരാഗാന്ധിക്ക് സ്വീകരണം കൊടുത്തത്. ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ അവിടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞ അവിടുത്തെ ഒരു പ്രസംഗം ഭയങ്കര രസകരമാണ്. ഞാൻ എന്തായിരുന്നു പ്രസംഗം? അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, എനിക്ക് ഫ്രാൻസ് ഒരിക്കലും മറക്കാനാവാത്ത രാജ്യമാണ് ഫ്രാൻസിലെ പാരീസ് എന്ന നഗരം, പാരീസിലെ ഈ ചർച്ചിലെ ഈ പടിക്കെട്ടുകൾ. കാരണം പണ്ട് ഒരു യൂത്ത് കോൺഗ്രസ് സംഘത്തിൻ്റെ കൂടെ ഫ്രാൻസിലേക്ക് വന്നപ്പോൾ ഈ പടിക്കെട്ടിൽ വെച്ചിട്ടാണ് ഫിറോസ് എന്നെ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. എന്നെ ഇഷ്ടമാണെന്ന് ഫിറോസ് ഗാന്ധി ആദ്യമായിട്ട് പറഞ്ഞത് ഈ പടിക്കെട്ടിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്നും മറക്കാറില്ല. അത് ഭയങ്കരമായ ഇമ്പാക്റ്റാണ്. അത് അന്ന് ഏതായാലും 83 എൻ്റെ ഉള്ളിൽ കയറിയതാണ്. പിൽക്കാലത്ത് 2003 മനസ്സിരക്കനെ എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ വാഗത്താനത്തേക്ക് കൊച്ചുരസിയും കൊണ്ട് ജയറാമിൻ്റെ കഥാപാത്രം വരുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു, പടിക്കെട്ടുകളുള്ള ഒരു പള്ളി വേണമെന്ന് പറഞ്ഞു ആർട്ട് ഡയറക്ടറുടെ അടുത്ത്. കാരണം ഇതാണ് എൻ്റെ പള്ളി, ഈ പടിക്കെട്ടിൽ വെച്ചിട്ടാണ് പണ്ട് ഒരു കുർബാന കഴിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ മാത്തുക്കുട്ടി ചായൻ എന്നെ ഇഷ്ടമാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. അത് ആ ഓർമ്മ അവിടെ സിനിമയായിട്ട് മാറുകയും അത് എഴുതുമ്പോൾ അത് ലേഖനമായിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പലപ്പോഴും ഓർമ്മകൾ പലപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീകാന്ത് പറഞ്ഞത്, ഒരു ഹോട്ടലിൽ ഞാനും ശ്രീനിവാസനും ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ആ ഹോട്ടലിനോട് പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് 2 മക്കളാണ്. അപ്പം രണ്ടാമത്തവൻ എൻ്റെ കൂടെ ഉണ്ട്, മൂത്തവൻ മറൈൻ എഞ്ചിനീയറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ 8 കൊല്ലമായി നാട്ടിൽ വന്നിട്ട്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് 8 കൊല്ലമായിട്ട് ഇവൻ നാട്ടിൽ വരുന്നില്ല, കപ്പലിലല്ലേ ജോലി. അപ്പോൾ അവിടെ മാത്രം വെച്ചാൽ അന്ന് ഇവിടെ നിന്ന് പോയി ഞങ്ങൾ സംസാരിക്കുക പോയി കഴിഞ്ഞിട്ട്